വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളുടെ അനുഭവങ്ങളുമായി ഉയർന്നുവന്ന ജനങ്ങളുടെ അംഗീകാരം നേടിയ കേരളത്തിന്റെ ജനപ്രതിനിധിയാണ് പി.എ. മുഹമ്മദ് റിയാസ്. ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ആ മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് റിയാസ് നിയമസഭയിലെത്തിയത്. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ റോഡുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും PWD റെസ്റ്റ് ഹൗസുകളും തിളങ്ങുന്നതാക്കി മാറ്റിയ കേരളത്തിന്റെ പ്രിയങ്കരനായ മന്ത്രി. BJPയുടെ നൂലിൽ കെട്ടിയിറക്കിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് റിയാസ് വെറും മരുമകനാണത്രേ. പണ്ട് BPL മുതലാളിയുടെ മരുമകനായതിന്റെ തഴമ്പും വെച്ച് രാജ്യസഭാ MPയും കേന്ദ്രമന്ത്രിയും ആയതിന്റെ അനുഭവത്തിൽ നിന്നാകും രാജീവ് ചന്ദ്രശേഖരൻ ഇതൊക്കെ പറയുന്നത്. അമ്മായിയപ്പന്റെ കമ്പനി പൂട്ടിച്ച് അദ്ദേഹത്തിന്റെ സ്വത്ത് കൈക്കലാക്കിയ ആ മഹത്തായ അനുഭവ പരിചയം ഇവിടെ ആവശ്യമില്ല സാർ. നിങ്ങളുടെ പാർട്ടിയിലെ മുൻ പ്രസിഡന്റുമാർ ഇല്ലാതാക്കാൻ ശ്രമിച്ച ദേശീയപാത വികസനം ഇന്ന് കേരളത്തിലെ സർക്കാർ യാഥാർത്ഥ്യമാക്കിയതിന്റെ ഉദ്ഘാടന വേദിയിൽ വേണമെങ്കിൽ വലിഞ്ഞു കയറി പൊയ്ക്കോളൂ. പക്ഷേ കേരളം തിരഞ്ഞെടുത്ത കേരളത്തിന്റെ സ്വന്തം ജനപ്രതിനിധിയെ ആക്ഷേപിക്കാനുള്ള ശ്രമം ഇവിടെ വിലപ്പോകില്ല. കാരണം പി.എ. മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി കൂടുതൽ തിളക്കത്തോടെ മലയാളികളുടെ ഹൃദയത്തിൽ എന്നുമുണ്ടാകും.